നിർമ്മാണം പലപ്പോഴും ചില സ്ഥലങ്ങളിലെല്ലാം കംപ്ലൈന്റ് കാണിക്കുന്നത്. അതായത് വീടെല്ലാം പണിത് തീർന്നു കഴിയുമ്പോൾ അതിന്റെ അവസാന സമയത്താണ് വീടിന്റെ ചില സ്ഥലങ്ങൾ ഭിത്തി പൊട്ടുക, അതുപോലെ തന്നെ ലേശം ഇരിക്കുക, ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോഴാണ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 60 ലക്ഷം മുടക്കിയ ഒരു വീടാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ സ്ഥലത്ത് ചെയ്തത്. അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാനസികമായ ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. കാരണം അത് ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പുതിയ ഫൗണ്ടേഷൻ വീടിനകത്തും പുറത്തും എല്ലാം പൈലടിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ ബീമുകളെല്ലാം സൃഷ്ടിച്ച് നല്ല സൂപ്പറായി ആ ബിൽഡിംഗ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയുന്നത്, വീട് പണിയുന്നതിന് മുമ്പ് ഫൗണ്ടേഷൻ കൃത്യമായി നോക്കി വേണം ചെയ്യാൻ. ഒരു എഞ്ചിനീയറിന് മേൽനോട്ടമില്ലാതെ ഒരിക്കലും ചെയ്യരുത്. കാരണം ആശാരിമാർ വന്നിട്ട് ഇത് ഇത്ര അടി താന്നാൽ മതി, കരിങ്കൽ കെട്ടുകയും ചെയ്യും. പക്ഷെ അടിയിൽ മണ്ണ് ലൂസ് ഓയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കല്ലിരിക്കും. വീട് കുറെ കഴിയുമ്പോഴത്തേക്കും ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും ബിൽഡിംഗ് ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇങ്ങനെയുള്ള വീടുകൾ ഈ പ്രോബ്ലം പരിഹരിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടേത്. ന്യൂ ഇന്ത്യ വാട്ടർ കോർപ്പറേഷൻ എന്ന കമ്പനി ഏകദേശം 39 വർഷമായി കേരളത്തിൽ ഞങ്ങളുടെ തൊഴിലുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.